ഹായ് ഫ്രണ്ട്സ്, ഇഫ്താറൊക്കെ ആകുമ്പോൾ എല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ചട്ടിപ്പത്തിരി. അപ്പോൾ ഞാനിന്നിവിടെ ഒരു സ്പൈസി ചട്ടിപ്പത്തിരിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. പക്ഷേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് മൈദ ഉപയോഗിച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹെൽത്തി ആണെന്നുള്ളത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞാനിന്നിവിടെ വീറ്റ് കൊണ്ടാണ് ഇവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചട്ടിപ്പത്തിരിക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുകയാണ്, ഫില്ല് ചെയ്യാനുള്ള മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് ചെറിയ സബോളയാണ്. അപ്പോൾ സബോള രണ്ടെണ്ണം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കുറച്ച് ഓയിലിലേക്ക് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ സബോള വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ വാടി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല പൗഡറും ഇവിടെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടികൾ കരിയാണ്ട് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ ചിക്കന് ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഉപ്പും മഞ്ഞളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ബോൺലെസ് ചിക്കൻ വേവിച്ചിട്ട് അത് ഇതേപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം എല്ലാവരും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ സബോളയും അതേപോലെ തന്നെ അതിൽ ചേർത്തിട്ടുള്ള എല്ലാ മസാലപ്പൊടികളും ഈ ചിക്കനിൽ ഒന്ന് നല്ലപോലെ പിടിക്കണ വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. അപ്പോൾ മൈദ ദോശയ്ക്കും അതേപോലെ തന്നെ ദോശ ഇല്ലാണ്ട് തന്നെ നമുക്ക് മൈദ കൊണ്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമ്മൾ ചട്ടിപ്പത്തിരി തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ദോശ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി നമുക്ക് 1 മുട്ട ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എത്ര അളവിലാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് ഏകദേശം അതിനേക്കാളും കുറച്ചൊന്ന് കൂടുതലായിട്ട് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം തയ്യാറാക്കി വെക്കുക, ഇതേപോലെ കലക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കട്ടില്ലാണ്ട് നല്ല പോലെ കലക്കിയെടുക്കുക. വെള്ളം ആദ്യം തന്നെ ഒന്നാകെ ഒഴിക്കാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ തന്നെ കലക്കിയെടുക്കുക, കട്ടില്ലാണ്ട് കലക്കിയെടുക്കുക. ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുക്കുമ്പോൾ നമുക്ക് കട്ടില്ലാണ്ട് കലക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഒന്നാകെ ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും നല്ല കട്ടില്ലാണ്ട് നമുക്ക് നല്ല ഇതായിട്ട് കലക്കി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ദോശയ്ക്കുള്ള മാവ് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതായത് നമ്മൾ ഈ ഗോതമ്പ് ദോശ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കും ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 6 മുട്ട ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 7 ദോശയോളം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മുട്ട ഒരു 6 മുട്ടയായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ മുട്ട 6 നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. തേങ്ങയുടെ 1/4 പാൽ നല്ല കട്ടിക്കുള്ളത് ഇവിടെ ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ മാഗിയുടെ കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാണ് മുന്നിട്ട് നിൽക്കുന്നത്, പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിപ്പ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറായി. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ദോശ ചുട്ടെടുക്കാനായിട്ട് ഇതേപോലെ നെയ്യോ ഓയിലോ എന്തെങ്കിലും നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു കയ്യിൽ വെച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾ ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ഈ ദോശയുടെ മേലെ കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് മൊരിയണ്ട, നമ്മളൊന്ന് തയ്യാറായി കിട്ടിയാൽ മതി.
രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ മാവ് കൊണ്ട് മുഴുവൻ ദോശയും നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ ദോശ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ മാവ് കൊണ്ട് ഒരു ഏകദേശം ഒരു 7 ദോശയൊക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ദോശയുടെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ എടുക്കുന്നത് ഇതേപോലത്തെ ഒരു പാനാണ്. ഈ ഒരു പാനിലേക്ക് ഞാൻ ആദ്യം തന്നെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തടവി കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കാനുള്ള എല്ലാ പ്രോസസ്സും നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ പാന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ ഡിപ്പിങ്ങിനുള്ള മുട്ട ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫില്ലിങ്ങിനുള്ള ചിക്കന് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ദോശയും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദോശ ഓരോന്നെടുത്തിട്ട് നമ്മളുടെ ഈ ഡിപ്പിങ്ങിനുള്ള ഈ മുട്ടയും തേങ്ങാപ്പാലും കൂടി നമ്മൾ അടിച്ചു വെച്ചേക്കണ ഈ കൂട്ടിൽ ഓരോ ദോശയും എടുത്തിട്ട് നമ്മൾ മുക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ദോശയും എടുത്തിട്ട് മുക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാനിലേക്ക് നമ്മൾ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ആദ്യത്തെ ദോശ എടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ മുക്കിയെടുക്കുന്നത് ഈ മുട്ടയും തേങ്ങാപ്പാലും കൂടി നമ്മൾ അടിച്ചു വെച്ചതിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ചെടുക്കുക. ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ കൂട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലേക്കൊക്കെ നല്ലപോലെ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ നടുവിൽ മാത്രം ആക്കിയിട്ട് ആക്കരുത്, എല്ലാ ഭാഗത്തേക്കും അത്യാവശ്യം എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അടുത്ത ദോശയും കൂടി വെച്ച് കൊടുക്കുക. ഇതേപോലെ അടുത്ത ദോശ വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ മുട്ടക്കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ 1 ടീസ്പൂണ് നമ്മളുടെ ഈ മുട്ടയുടെ ആ മിശ്രിതത്തിൽ നിന്ന് ഓരോ ടീസ്പൂൺ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ സൈഡിലേക്കൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാ ഭാഗത്തും ഇതേപോലെ മുട്ടയുടെ കൂട്ടും തേങ്ങാപ്പാലൊക്കെ എത്തുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ദോശയും അതേപോലെ തന്നെ ഈ ചിക്കൻ്റെ കൂട്ടും തീരുന്ന വരെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ദോശേനേക്കാളും അല്ലെങ്കിൽ മൈദയുടെ ചപ്പാത്തിനേക്കാളും സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ഗോതമ്പ് കൊണ്ട് ചെയ്യുമ്പോൾ ഉള്ളത്. നമുക്ക് അതേ സോഫ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ഗോതമ്പ് ദോശ നമ്മൾ മുട്ടയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ ഗോതമ്പ് ദോശ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗോതമ്പ് ദോശയ്ക്ക് നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മൾ ഇഫ്താറിനൊക്കെ നമ്മൾ മിക്കവാറും എല്ലാവരും ഇഫ്താറിന് മിക്ക ദിവസങ്ങളിലും നമ്മളിപ്പോൾ സ്വീറ്റ് ചട്ടിപ്പത്തിരി ആണെങ്കിലും അതേപോലെ തന്നെ സ്പൈസി ചട്ടിപ്പത്തിരി ആണെങ്കിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മൈദ എല്ലാ ദിവസവും ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഗോതമ്പ് പൊടി എടുത്തിട്ട് ചെയ്താൽ മതിട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണെങ്കിലും നമുക്ക് അങ്ങനെ അധികം ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഇവിടെ ചട്ടിപ്പത്തിരിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിലുള്ള മുട്ടയുടെ കൂട്ട് നമ്മൾ മേലെ വീണ്ടും ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇതേപോലെ ദോശ ഉണ്ടാക്കിയ ചട്ടി തന്നെയാണ് കേട്ടോ. ആ ചട്ടി ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചട്ടി ചൂടാക്കി അതിൻ്റെ മേലേക്ക് നമ്മളുടെ ഇപ്പോൾ ചട്ടിപ്പത്തിരി നമ്മൾ വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി, പിന്നീട് ലോ ഫ്ലെയിമിൽ വേവിക്കുക. അങ്ങനെ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചട്ടിയിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചട്ടിപ്പത്തിരിയുടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.